ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ഷാനവാസ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ മുഴുവൻ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. എവിടെയോ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എപ്പോഴൊക്കെയോ കണ്ടിട്ടാണ് മൂപ്പര് ഇതിനകത്ത് കയറി പോയതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്ത് സത്യത്തിൽ ഷാനവാസിന് അത് എന്താണെന്നോ മനസ്സിലായിട്ടില്ല കേട്ടോ. ഷാനവാസ് വിചാരിച്ചത് ബിഗ് ബോസ് വിളിച്ചതിന് ശേഷമാണ് ഇത് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യേണ്ടത് എന്നായിരുന്നേ. എന്നിട്ടാണ് പുള്ളിക്കാരൻ അവിടെ മിണ്ടാണ് നിന്നത്. ആ സമയം നമ്മുടെ ആദിലയും നൂറയും ഏതാണ്ട് 1 മണിക്കൂറോളം വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നേ. സത്യത്തിൽ ആ ഒരു സമയത്ത് ഇത് സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാമായിരുന്നു കാര്യങ്ങളൊക്കെ. അന്നേരം ഷാനവാസ് ഒന്നും സംസാരിച്ചിരുന്നില്ല. പിന്നീട് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞ സമയത്താണ് പുള്ളിക്കാരനും മനസ്സിലായത്. എന്നാലുണ്ടല്ലോ അതിനുശേഷം ഷാനവാസ് അത് സെറ്റ് ചെയ്ത രീതി ഉണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ, ഗംഭീരമായിരുന്നേ. എന്താന്ന് വെച്ചാൽ നമ്മുടെ അക്ബറിന്റെ അടുത്ത് മാത്രമാണ് ഇതൊരു ഫേക്ക് എവിക്ഷൻ ആണ് എന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നത്. എന്നിട്ട് അക്ബറും ഷാനവാസും കൂടി മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇത് ഒറിജിനൽ എവിക്ഷൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട് ആദിലയെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാം. ആദ്യം ആരെയെ ടാർഗറ്റ് ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് ഷാനവാസ് ആദിലയുടെ പേരായിരുന്നു പറയുന്നത്. അപ്പോഴും ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ 5 പേരെ കൂടെ കൂട്ടിയിട്ട് 6 പേരാക്കിയിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നെവിൻ, സാബുമാൻ, ലക്ഷ്മി, ആര്യൻ, അക്ബർ ഇത്രയും പേരെയൊക്കെ പറഞ്ഞ് കൺവിൻസിങ് ആക്കിയിട്ട് ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ആദിലയെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കുന്നത് പോലെ അവിടെ കാണിക്കുവാണ്. അവസാനം പുറത്തേക്കുള്ള വാതിലിന്റെ അടുത്ത് എത്തിയപ്പോഴേ തിരിച്ചു വരൂ ആദില എന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആദിലയും നൂറയും നമ്മുടെ ഷാനവാസിനെ പോയി കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഷാനവാസിന്റെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇത് കണ്ടാലുണ്ടല്ലോ സത്യത്തിൽ ഒരാളും പറയില്ല അതൊരു ഡ്രാമയാണെന്നൊന്നും. കാരണം ശരിക്കും അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു ഏട്ടന്റെ സ്നേഹമാണ് കേട്ടോ. ആ ഒരു സീന് കണ്ടപ്പോഴും ശരിക്കും ഫീൽ ആയിപ്പോയേ. ഇവിടെ പുള്ളിക്കാരൻ ബിഗ് ബോസ് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ജെന്യൂൻ ആണ് കേട്ടോ. ഇതൊരു സീരിയലിലോ സിനിമയിലോ ഒക്കെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് നടന്മാരുടെ ഒരു അഭിനയം ഉണ്ടല്ലോ, അതാണെന്നൊക്കെ ചിലർക്കൊരു ധാരണയുണ്ട്. സത്യത്തിൽ അതൊന്നും അല്ല കേട്ടോ. പുള്ളിക്കാരന്റെ കണ്ണ് ആത്മാർത്ഥമായിട്ടായിരുന്നു നിറഞ്ഞത്. അതായത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് ആക്ഷൻ കട്ടൊക്കെ പറയുമ്പോഴുള്ള അഭിനയമായിട്ട് ഇത് തോന്നത്തേയില്ല. ഷാനവാസിനെ ആദിലയും നൂറയൊക്കെ വലിയ കാര്യമാണ്, എന്നാൽ ആ കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ആ ഒരു പ്രാങ്ക് സൂപ്പറായിട്ടുണ്ട്. തുടക്കം സത്യം പറഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്നൊന്നും ക്ലിക്ക് ആയിട്ടില്ലെങ്കിലും പിന്നീട് അത് മനസ്സിലാക്കിയ ശേഷം പുള്ളിക്കാരൻ കളിച്ച ഒരു ഗെയിം ഉണ്ടല്ലോ അത് വേറെ ലെവലായിരുന്നു കേട്ടോ. എല്ലാവരും ശരിക്കും അങ്ങ് വിശ്വസിപ്പിച്ച് കളഞ്ഞു കേട്ടോ. മൂപ്പരുടെ ആ ഒരു നിൽപ്പും നമ്മുടെ ആദില പുറത്തേക്ക് പോകുന്ന സമയത്ത് മൂപ്പരുടെ ആ ഒരു നിൽപ്പും, അതേപോലെ മൂപ്പര് എന്താ പറയുക ഇവര് എവിക്ഷനായിട്ട് പുറത്തു പോകുന്ന കണ്ടസ്റ്റൻസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കുമല്ലോ. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല, ആദിലയും പറയുന്നുണ്ട് ഇങ്ങ് വരണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോന്ന് ശരിക്കും പറഞ്ഞ ഒരു ഒടക്കാക്കിയ പോലെയൊക്കെയാണ് ഷാനവാസ് അവിടെ നിന്നിരുന്നത്. ശേഷം നമ്മുടെ ആദില തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസിന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അവരോട് എത്രമാത്രം സ്നേഹമാണ് അവിടെ ഷാനവാസിന് ഉള്ളത് എന്നുള്ളത്.